ഇപ്പൊ നമ്മളെല്ലാവരും സെൽഫ് കെയറിനും സെൽഫ് ലവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണല്ലേ. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും ഈ ഫാൻസി ബോട്ടിൽസ് വരുന്ന മൗത്ത് വാഷസ് ഓവർ യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇതിൽ കുറെ ആൾക്കാർ ബ്രഷ് ചെയ്യാതെ മൗത്ത് വാഷ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലരൊക്കെ ബ്രഷിങ്ങിന്റെ കൂടെ സ്ഥിരമായിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ബ്രഷിങ്ങിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല മൗത്ത് വാഷ്. അതൊരു സപ്പോർട്ടീവ് മെഷർ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, മെജോറിറ്റി ആൾക്കാർക്കും ഒരു മൗത്ത് വാഷസിന് ആവശ്യം പോലും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യും ഫ്ലോസ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി ഒരു റെഗുലർ ഓറൽ കെയറിന്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മൗത്ത് വാഷസ് കൊടുക്കാറുണ്ട്. ലൈക്ക് പോസ്റ്റ് സർജിക്കൽ കേസസ്, അതേപോലെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉള്ള സമയത്തൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് 2 വീക്സ് മൗത്ത് വാഷസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിരിക്കുന്ന പല മൗത്ത് വാഷസും ആൽക്കഹോൾ ബേസ്ഡ് ആണ്. ഇതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വായിലുള്ള ബാഡ് ബാക്ടീരിയാസ് എലിമിനേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗുഡ് ബാക്ടീരിയാസും കൂടി എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. സോ ഓവറോൾ ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് കിട്ടാൻ പോകുന്നത്. അതേപോലെ മൗത്ത് വാഷസ് ഒക്കെ ആസിഡിക് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇനാമലിലൊക്കെ തേയ്മാനം കാണാറുണ്ട്. അതേപോലെ ചിലർക്ക് വായ ഡ്രൈ ആവുന്ന കംപ്ലയിൻസ്, ഫ്രീക്വന്റ് ആയിട്ട് അൾസേഴ്സ്, അതേപോലെ ചിലർക്കൊക്കെ പല്ലിൽ സ്റ്റെയിൻസ് വരെ കാണാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർക്ക് ടേസ്റ്റിൽ വരെ ഓൾട്ടറേഷൻസ് പറയാറുണ്ട്. സോ ഒരു പ്രത്യേക ഇൻഡിക്കേഷൻ ഇല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ട് മൗത്ത് വാഷസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ചുമ്മാ ഒരു ഫ്രഷ്നെസ്സിനാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നെങ്കിൽ, അതേപോലെ ബാഡ് ബ്രത്ത് ആണ് ഇഷ്യൂ എങ്കിൽ, നമുക്ക് വേറെ പല ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ഫ്ലോസിങ്ങിന്റെ കൂടെ ടങ് ക്ലീൻ ചെയ്യാം, നന്നായി വെള്ളം കുടിക്കാം. അതേപോലെ ഷുഗർ ഫ്രീ ചൂയിങ്ഗംസ് അവൈലബിൾ ആണ്, അത് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ലൂക്ക് വാം സലൈൻ വാട്ടർ മൗത്ത് വാഷസ് പോലെ തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഇനി എല്ലാം മൗത്ത് വാഷ് തന്നെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ഫോം ഓഫ് മൗത്ത് വാഷസ് അവൈലബിൾ ആണ്. അത് ആഫ്റ്റർനൂൺ ടൈമിൽ ഇൻ ബിറ്റ്വീൻ മീൽസ് യൂസ് ചെയ്യാവുന്നതാണ്.